ഹലോ. ഇന്ന് ഞങ്ങളെ നമ്മുടെ ഗുരുവായൂർ വരെ ഒന്ന് പോയിട്ടോ. ഗുരുവായൂർ ഇപ്പം നല്ല രസമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് ഗുരുവായൂർ. നമ്മുടെ വീടും പിന്നെ നമ്മുടെ ഷോപ്പും ഒക്കെ ഗുരുവായൂർ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ അമ്പലവും അതിൻ്റെ ചുറ്റുള്ള പരിസരമൊക്കെ. അവിടെയൊക്കെ കാണാനും നടക്കുമ്പോഴും തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഹിന്ദുസ് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അവിടെയുള്ളൊരു വൈബ്. ഇപ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ സീസണായ കാരണം, അയ്യപ്പ ഭക്തന്മാരുടെ സീസണായ കാരണം അവിടെ നിറയെ കടകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. കണ്ടാലും നമുക്ക് മതി വരില്ല, അത്രമാത്രം കടകളുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ കേൾക്കുമ്പോഴാണ്, അതായത് ആ തിക്കും തിരക്കും എല്ലാം കൂടെ ആവുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണേ. കണ്ടോ, ഒരുപാട് മാലകൾ, ചെറിയ കുട്ടികളുടെ മാലകൾ, രുദ്രാക്ഷ മാലകൾ, അങ്ങനെ ഒരുപാട് കുഞ്ഞു 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 കടകളുണ്ട്. എല്ലാവരും അതിങ്ങനെ കൺകുളിർക്കെ കാണുന്നുണ്ട്. പിന്നെ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന ഭക്തന്മാരാണ് കൂടുതലായിട്ടും ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് കണ്ടത്. അവർക്കിതൊക്കെ അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചു പോകുമ്പോൾ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കാനായിരിക്കും. അതിമനോഹരമാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ. പേളിൻ്റെ മാലകൾ, പിന്നെ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയായിരുന്നല്ലോ, താമരമാല, പേളിൻ്റെ മാലകൾ. പിന്നെ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന് അറിയാമോ? കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. വലിയ വലിയ കമ്മലുകളുടെയും ചെറിയ കമ്മലുകളുടെയും അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെറിയ പിള്ളേർ നടന്നിട്ട് ചെണ്ട വിൽക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ വലിയ ബലൂണ്, അങ്ങനെ ഒത്തിരി, അതായത് നമുക്ക് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നേ. ഓം നമോ നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ആ എൻട്രൻസ് അതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക എലഗൻസാണ് കേട്ടോ. ഇത് കണ്ടോ, വെള്ളി പോലെ തോന്നിക്കുന്ന കൈച്ചെയിൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. ആ പേളിൻ്റെ ഹാൻഡ് ചെയിനൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ 50 രൂപയാണ് കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞു കുട്ടികളുടെ കുട്ടിയുടുപ്പുകൾ. ഇത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു തമിഴിയൻസൊക്കെയാണ് കൂടുതൽ അതൊക്കെ വാങ്ങുന്നത്. പിന്നെ അവിടെ കണ്ടോ സിന്ദൂരം, അതൊക്കെ കഴിഞ്ഞു തുടങ്ങി. അതായത് പുറത്തുനിന്ന് വരുന്നവർ ഒരുപാട് ഇത് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം കഴിഞ്ഞിരിക്കുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് റീഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. സിന്ദൂരത്തിൻ്റെ ചെപ്പിലാക്കി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. മോളിതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഈ പല പല കളേഴ്സ്, അതുപോലെ തന്നെ കണ്ടോ ഒരു പ്രത്യേക തരം ചെണ്ട പോലെ, ചെണ്ടയല്ല അത്, ഒരു ലോഹം കൊണ്ടുള്ള ഒരു സാധനമാണ്. അതിലിങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, മാലകള്, വളകള്, പല തരത്തിലുള്ള വാണിജ്യമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ക്ലിപ്പ്, എന്തെല്ലാം വേണം. ഒരുപാട് പേര് ഇതൊക്കെ വാങ്ങുന്നുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരാ വാങ്ങുന്നതെന്ന്. അവിടെ നല്ല കച്ചവടം ഉണ്ട് കേട്ടോ എല്ലാവർക്കും. കുഞ്ഞു കുട്ടികളുടെ ക്ലിപ്പാണെങ്കിലും. ഇത് കണ്ടോ, പാദസരത്തിൻ്റെ കളക്ഷനാണ്. ചെറിയ പാദസരം, പിന്നെ വെള്ളിയെല്ലാം തോന്നുന്നു എനിക്ക്, ഇമിറ്റേഷൻ ജ്വല്ലറി ആയിരിക്കും അതിൻ്റെ പാദസരങ്ങൾ. പിന്നെ ഇത് കണ്ടോ മാലകൾ, രുദ്രാക്ഷ മാലകൾ. ഇത് കണ്ടോ ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെ കയ്യിൽ കെട്ടുന്നത്, രാഖി, അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. ഈ കാഴ്ചകൾക്കൊന്നും എനിക്ക് തോന്നുന്നു ഒരു വോയിസ് ഓവറിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഓരോ ഓർമ്മകളിൽ പെട്ടതാണ് ഈ ഗുരുവായൂർ അമ്പലവും അതിൻ്റെയൊക്കെ ചുറ്റുപ്രദേശങ്ങളും. സാധാരണയായിട്ട് ഇവിടെ ഈ സൈഡിലിരിക്കുന്ന കച്ചവടക്കാരൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ ഈ ഭക്തജനത്തിൻ്റെ തിരക്ക് കാരണമാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കാറിൻ്റെ ഡാഷ്ബോർഡിൽ വെക്കുന്നതാണെന്ന്. മുല്ലപ്പൂ കണ്ടോ, മുല്ലപ്പൂവ്, പിന്നെ ഇടയിൽ തുളസി കെട്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ഭഗവാന് ചാർത്താനുള്ളതായിരിക്കും. ഒരുപാട് തുളസി ഇരിക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ അമ്പലത്തിനകത്തേക്ക് മാല കെട്ടി പോകാനുള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നൊരു ഈ അയ്യപ്പൻ്റെ വിളക്കാണെന്ന് തോന്നുന്നു, ഏതോ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങനെ പോകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്.
ഇത് കണ്ടോ, ഇത് ഒത്തിരി അവിടെ ഒത്തിരി മോതിരങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, വെള്ളിയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ സെറ്റ് സാരിയുടെ ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. സെറ്റ് സാരി, സെറ്റ് മുണ്ട്. ഇത് കണ്ടോ, ഇത് അലുവ, അതുപോലെ പൊരി, അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കാണ്. പൊരി അലുവയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നല്ല തിരക്കാണ് കേട്ടോ. അത് കണ്ടോ, വലിയ ബലൂണ്. ഒരു പ്രാവശ്യം ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീർപ്പിക്കുമ്പം അത്രയും വലുപ്പമൊന്നും വരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ലേ. ഈ കമ്മലുകൾക്കൊക്കെ 100 രൂപയൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. ഇത് കണ്ടോ, അലുവയും പൊരിയൊക്കെ വിൽക്കുന്ന കടകളിലെ തിരക്ക്. നല്ല തിരക്കുള്ള കടകളാണ് കേട്ടോ എല്ലാതും. അവരിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. റോട്ടിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ, വണ്ടികൾ പോകാനും. അതുപോലെ കാൽനടക്കാർ തന്നെ അത്യാവശ്യമുണ്ട്. അതിൻ്റെ കൂടെ ഓട്ടോറിക്ഷയും കാറും. അങ്ങനെ അവിടെ നല്ല റഷാണ്. ആ ചെണ്ട വിൽക്കുന്നവരെ കണ്ടോ, ആ ചെണ്ടകളൊക്കെ ഇവിടെ തന്നെയുള്ള പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ അവർ താമസവും. അവിടെ തന്നെയാണ് അവരത് അത് ഉണ്ടാക്കുന്നത് എല്ലാം ആ പാലത്തിനടിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വിറ്റ് നടക്കും. ഇത് കണ്ടോ, ചെണ്ടകൾ നല്ല വിലയുള്ള ചെണ്ടകളാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ചെണ്ടകളാണ് കേട്ടോ അത്. ഇത് കണ്ടോ, പൊട്ട് 20 രൂപയാണ് അവർ പറഞ്ഞ്. ഞാനും വാങ്ങിട്ടോ 2 സെറ്റ് പൊട്ട്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. നല്ല രസമുണ്ട് എനിക്ക് തോന്നി, പല കളറിൽ വരുന്നതും പിന്നെ ബ്ലാക്കും. അങ്ങനെ പൊട്ടിൻ്റെ 2 ബോക്സ് ഞാൻ വാങ്ങിയേ. കാർ സീറ്റിലിരിക്കുന്നതിന്റെ ബഹളാണ് കേട്ടോ ആ കേട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചെണ്ടകൾ ഉണ്ടാക്കുന്നത് ഈ പാലത്തിനടിയിലാന്ന്. അത് കാണാൻ വന്നതാണ് കേട്ടോ ഞങ്ങള്. അത് കാണാനായിട്ടല്ല, അവിടെ കണ്ടപ്പോ അത് നമുക്ക് വീഡിയോയിൽ പകർത്താമല്ലോ എന്ന് കരുതി. ഇത് കണ്ടോ, ആ മേൽപ്പാലത്തിനടിയിലാണ് ഇവരുടെ താമസവും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഈ ചെണ്ടകൾ ഉണ്ടാക്കുന്നതും എല്ലാം അവിടെയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്. എത്ര പേരാണെന്ന് നമുക്ക് അറിയില്ല, എത്ര കുടുംബങ്ങളാണെന്ന്. അവരവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന നേരമാണ്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ആൻറ്റി ചോദിക്കുക, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ അവർ ചോദിച്ചു കേട്ടോ നമ്മുടെ അടുത്ത്. ഹിന്ദിയിൽ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചേ നിങ്ങളും കഴിച്ചോ എന്നൊക്കെ. കണ്ടോ, അവർ അവിടെ ചെണ്ട ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന റോളുകളാണ് കേട്ടോ അവർ വീടുകൾ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചെണ്ടകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സാധനങ്ങളാണ് അവിടെ. അതുപോലെ കണ്ടോ, തീ കത്തിച്ചിട്ട് അത് ചൂടാക്കി എടുത്തിട്ടൊക്കെയാണ് അവരതിൻ്റെ ഓരോ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ രാത്രി സമയവും അവരും നല്ല തിരക്കിലാണ്. നമുക്കതൊന്നും ചോദിച്ചു മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവരുടെ കുട്ടികളാണ് അവിടെ മുഴുവൻ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇവരുടെ പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നേ. അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയുമായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെ നാടോടികളാണ്, ഇവർ സ്കൂളിലൊന്നും പോകുന്നുണ്ടാവില്ല, ഇവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ ലോകമാണ് അവരുടെ എന്താ പറയുക പഠനശാല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവർ ഈ ഒരു സീസൺ കഴിഞ്ഞ് അവരുടെ നാട്ടിൽ പോയി പഠിക്കാൻ പോവോ അതൊന്നും നമുക്കറിയില്ല. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അവർ പിന്നെ അവിടെ പുതപ്പൊക്കെ എടുത്ത് കളിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ, നല്ല സുലൈമാനി മജ്ലിസ് എന്ന് പറഞ്ഞ് നല്ല രസമായിട്ട് അവരതിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒരു സുലൈമാനി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് കയറി കേട്ടോ. നല്ല രസമുള്ളൊരു, അതായത് ഈ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇത് വരുന്നത്. ഒരു സ്ഥലത്ത് അങ്ങനെയുള്ളൊരു ഇത്, ഇപ്പുറ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ ഉള്ള ഒരു ഇത്. അവിടുത്തെ കണ്ടോ ഡോറ്, അതെനിക്കൊരു പഴയ ഡോറിൻ്റെ ഒരു ഇത് കണ്ടപ്പം ഞാൻ എടുത്തതാണ് കേട്ടോ.
അവരതിൻ്റെ ഇൻറ്റീരിയേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. സുലൈമാനി മജ്ലിസ്. ഈ മിറർ കണ്ടോ, അതിനെ തന്നെ അവരെത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിററിൻ്റെ സൈഡിലുള്ള വർക്കും ഒക്കെ ഒരു രാജസ്ഥാനി ഡിസൈൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടേ. നല്ല നീളമുള്ള മിററാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് അവർ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. കാണില്ല, ഒരു ഫോറസ്റ്റ് വൈബാണ് അവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിറയെ ഫോഗും അങ്ങനെ എല്ലാം ആയിട്ട്.